ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഊട്ടിക്ക് പോകാൻ പോവാണ് ഗൈസ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം എന്ന് ഞാൻ പറയില്ല, നമ്മുടെ വിഷു കഴിഞ്ഞിട്ടുള്ള ഒരു ലോങ് വീഡിയോ ആണ് ഇത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഊട്ടി നമ്മൾ 3 ഡേയും 2 നൈറ്റും ആണ് വരുന്നത്. സോ ഒരു ദിവസത്തെ വീഡിയോ ആണ് ഇത്. ഡേ 1 ആണ് ഗൈസ് ഇന്ന്. നമ്മളപ്പോൾ അതേപോലെ ആയിരിക്കും ഞാനിടാൻ ഡേ 2 മാത്രമായിട്ട് ഇതായിരിക്കും ഇടാം. ഇതിപ്പോൾ നമ്മുടെ ഡേ 1 ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാലത്ത് ഏകദേശം 4:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ഹോട്ടലിൽ 11 മണിക്ക് അവിടെ എത്തണം. എന്നാലാണ് അവിടെ നല്ല ഇപ്പോൾ ഊട്ടി സീസൺ ആണല്ലോ, നമ്മുടെ ഫ്ലവർ ഷോ ഒക്കെ ഇട്ട് ഭയങ്കര തിരക്കൊക്കെ ആയതുകൊണ്ട് തന്നെ റൂം കിട്ടാൻ ഭയങ്കര പാടാണ്. സോ ഇതിപ്പോൾ നമ്മുടെ അറിയുന്നൊരു അങ്കിളുണ്ട് അവിടെ. സോ അങ്ങനെ നമുക്ക് പെട്ടെന്ന് റൂം കിട്ടിയത്. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ഇത് മാത്രം എടുത്തിട്ട് ഞാൻ പിന്നെ കിടന്നുറങ്ങി. പിന്നെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഞാൻ എണീറ്റ് കഴിഞ്ഞ് ഞാൻ സൺസെറ്റ് കണ്ടപ്പോൾ അവിടെ നിർത്തി. ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്തു. ഞാനും അമ്മയും സെയിം ഡ്രസ്സായിരുന്നു കേട്ടോ ഇട്ടത്. ബൈ ദ വേ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്കെന്നല്ല, എൻ്റെ അമ്മയ്ക്കും അതെ. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ കുർത്തി ടൈപ്പ് ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നല്ല ഭംഗിയില്ല ഗൈസ്. പിന്നെ പോണ വഴിക്ക് നമ്മൾ ചായ കുടിക്കാൻ നിർത്തി. അതൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ ഫുഡ് കഴിക്കാനും നിർത്തി. ഫുഡ് കഴിക്കാനത് ഞാൻ ഫുഡ് കഴിച്ചില്ല, അതുകൊണ്ട് ഞാൻ നേരെ എടുത്തിട്ടില്ല. പിന്നെ പോണ വഴിക്ക് നമ്മൾ എന്താ പറയുക, ഇതൊക്കെ തന്നെ പോണ വഴിക്ക് ഞാൻ എന്തൊക്കെ പറയുന്നത് ഗൈസ്, ഫുൾ ബ്ലാങ്ക് ആയി. അങ്ങനെ നമ്മൾ ചുരം എന്നല്ല, ഊട്ടിയുടെ മല കയറാൻ പോവാണ്. എനിക്കൊന്നും അങ്ങോട്ട് പറയേണ്ടിയെന്ന് കിട്ടുന്നില്ല കേട്ടോ. ഞാൻ കുറേ നേരം എൻ്റെ അമ്മയെടുത്ത് നോക്കാൻ പോകണം, എൻ്റെ അമ്മ നോക്കുന്നില്ല ഗേയ്സ്. അങ്ങനെ നമ്മൾ എന്താ പറയുക, പോണ വഴിക്ക് ഒരു സ്ഥലത്ത് നിർത്തി. എനിക്ക് 7 Up മേടിച്ചു തന്നു. ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണെന്നറിയില്ല, ഈ ഊട്ടി വ്ളോഗിൽ ഞാൻ അധികം ഒന്നും കഴിച്ചിട്ടില്ല, ഫുൾ കഴിക്കാണ്ടിരിക്കലായിരുന്നു. അങ്ങനെ ഗേയ്സ് നമ്മൾ പിന്നെ പോണ വഴിക്ക് ഞാൻ വൈബായി പാട്ടൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടോ പോയത്. അങ്ങനെ ഗേസ് പിന്നെ ഇത് കയറി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നെറ്റൊന്നും കിട്ടത്തില്ല. സോ അതുകൊണ്ട് തന്നെ എന്താ പറയുക, പാട്ടൊക്കെ വീണ്ടും വൈബ് അങ്ങോട്ട് പോയി. പിന്നെ എന്താ അങ്ങനെ കുറേ നേരം കിടക്കുക അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. മുകളിലെത്താൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് കൂടുതലിത്. കാരണം ഞാൻ വിചാരിച്ച ഒട്ടും തണുപ്പുണ്ടാവില്ല, പക്ഷെ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഊട്ടിയിൽ കേട്ടോ. നല്ല രസമായിരുന്നു. ഇങ്ങനെ കാറിൽ പോകുമ്പോഴൊക്കെ ഒരു വല്ലാത്തൊരു ഇതാണല്ലോ. പിന്നെ ഇപ്രാവശ്യം നമ്മൾ മെയിനായിട്ട് പോയത് എന്താ പറയുക, ബൊട്ടാനിക്കൽ ഗാർഡൻ കാണാം. ഞങ്ങൾ ബൊട്ടാനിക്കൽ ഗാർഡൻ ഏകദേശം 2-3 ദിവസം ഞങ്ങൾ 5ാമത്തെ പ്രാവശ്യമാണ് ഊട്ടി പോണത്. എന്താണെന്ന് അറിഞ്ഞൂടാ, ഊട്ടിയിൽ ഞങ്ങൾക്ക് ഒരു സ്ഥലം മേടിച്ചിട്ടാലോ എന്നൊക്കെ പ്ലാനുണ്ട്. ഞാൻ ചുമ്മാ പറഞ്ഞാണ് ഗീസ്. കാരണം എനിക്കും അടുത്തിട്ടുണ്ട്, പക്ഷെ എന്നാലും പോവാ തന്നെ ഒരു രസമല്ലേ ഗീസ്. ഞാനൊരു സ്ഥലത്ത് നിർത്തി, കഴിഞ്ഞ പ്രാവശ്യം ഈ സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. എന്നിട്ട് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിർത്തിയത്. സെറ്റായിരുന്നു ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഊട്ടി പോയപ്പോൾ കുറേ ഫോട്ടോസ് കിട്ടി, പക്ഷേ ഈ പ്രാവശ്യം ഒരു ഫോട്ടോസും കിട്ടിയില്ല. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ നേരത്തെ മേടിച്ച സാധനം അപ്പോൾ കുടിച്ചില്ല, ഞാൻ എടുത്തു വെച്ചു. എന്നിട്ട് ഇപ്പോഴാണ് കുടിക്കുന്നത്. എന്തോ അളിഞ്ഞ എക്സ്പ്രഷൻസൊക്കെ ഞാൻ ഇടുന്നുണ്ട് ഗൈസ്. അങ്ങനെ എന്തൊക്കെയോ സംസാരിച്ച് എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങൾ ഏകദേശം ഊട്ടിയിലെത്താറായിട്ടുണ്ടായിരുന്നു. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും കൂടി ഈ ഫസ്റ്റ് ദിവസം ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം റൂം കിട്ടാൻ വേണ്ടി ഏകദേശം 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് റൂമൊക്കെ കിട്ടി 3 മണി ആവാറായപ്പോഴാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. ആദ്യം ഞങ്ങൾ ഇന്നത്തെ ദിവസം ആകെ ബൊട്ടാനിക്കൽ ഗാർഡനിൽ മാത്രം പോയിട്ടുള്ളൂ. അതുകൊണ്ട് ഈ പ്രാവശ്യം വലിയ ബോറടിക്കുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഡേ 2 നമുക്ക് പൊളിക്കാം ഗൈസ്. ഞാൻ എന്താ പാടുന്നത് കേട്ടല്ലോ ഗൈസ്. പിന്നെ വീണ്ടും പാട്ട് വെച്ചപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ട് സെറ്റായി ഗൈസ്. പിന്നെ വീണ്ടും വൈബ് വെച്ചു. അങ്ങനെ 7 Up കുടിച്ച് വൈബായിട്ട് നമ്മൾ പോയി നമ്മൾ ഇച്ചിരി കറങ്ങിയിട്ടൊക്കെയാണ് പോയത്. എന്താ പറയുക, പോലീസുകാർ ചില സ്ഥലത്തൊന്നും വിട്ടില്ല. അപ്പോൾ ഒന്ന് കറങ്ങേണ്ടിയൊക്കെ വന്നെങ്കിൽ കൂടി വലിയ കുഴപ്പമില്ലാണ്ട് എത്തി. പിന്നെ ഞങ്ങൾ ഗ്ലാസ് തുറന്നിട്ട് എനിക്ക് വിൻഡോ സീറ്റ് വേണം നിർബന്ധമാണ്. അല്ലാണ്ടപ്പോൾ വിൻഡോ സീറ്റ് വേണം. നടുക്കാണ് രസം, പക്ഷെ കൂടുതൽ രസം മിഡിൽ വ്യൂ ആണല്ലോ. അങ്ങനെ അതൊക്കെ പോയി. പിന്നെ എൻ്റെ കുറച്ച് മാസ്കരികമായ ഫോട്ടോസൊക്കെ എടുക്കലായി. എന്താ പറയുക, കണ്ടില്ലേ ഇങ്ങനെ കാറ്റൊക്കെ ചൂടൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ബോറടിച്ചു തുടങ്ങി. കാരണം
എൻ്റെ കൂടെ ഫുൾ 90s ആണ് ഗൈസ്. എൻ്റെ പ്രായത്തിലുള്ള ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു രസം ഒക്കെ നമുക്ക് ഇനി ഇതൊക്കെ ഒരു ഓർമ്മകളാണ്. കാരണം ഞാനിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടല്ലോ. സോ ഇങ്ങനെ കുറേ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ഗൈസ് നമ്മൾ നമ്മുടെ ഊട്ടിയിലെത്തി. നമ്മൾ നെഹർ ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തിരുന്നത്. അപ്പോൾ ആദ്യത്തെ പറഞ്ഞു നമ്മൾ ടോയ്ലറ്റിൽ പോയപ്പോൾ മിറർ കണ്ടാൽ പിന്നെ നമ്മൾ സെൽഫി എടുക്കാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടെയുള്ള ഒരു റെസ്റ്റോറൻറ്റെല്ലാം പോയിരുന്നു. കാരണം റൂം ഇട്ട് അത്യാവശ്യം നല്ല ലാഗായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഗൈസ് നമ്മുടെ ഊട്ടിപ്പൂച്ച. അങ്ങനെ ഊട്ടിപ്പൂച്ചേനെയും കണ്ടു. ഞാൻ ഊട്ടിയിൽ തണുപ്പാന്ന് വെച്ചാൽ ഐസ്ക്രീം ഒന്നും കഴിക്കാനിരുന്നിട്ടില്ല. ഞാൻ നല്ലപോലെ ഐസ്ക്രീം കഴിച്ചു. ഇവരൊക്കെ കോഫി കുടിക്കുമ്പോൾ ഞാൻ ഐസ്ക്രീം കഴിച്ചു. അതായിട്ട് ഞാൻ പിന്നെ വീണ്ടും നമ്മളിരുന്ന സ്ഥലത്ത് തന്നെ ഫുൾ ലാഗിങ് ആണ് ഗൈസ്. ഭയങ്കര പൂറടിയായിരുന്നു. കാരണം ഞങ്ങൾ 11:30 ആയപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റൂം കിട്ടാൻ 1 മണിയായി. അതുകൊണ്ട് തന്നെ കുറേ നേരം ഇങ്ങനെ ഇരിക്കുക. പിന്നെ ഈ പൊട്ട് രസം ഉണ്ടോ എന്ന് പറയാം. എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി. എൻ്റെ അമ്മ പണ്ട് വെച്ചതാണ്. പിന്നെ വീണ്ടും ടോയ്ലറ്റിൽ പോകാൻ ഇവരൊക്കെ എന്നെ കൂട്ടിനെ വിളിക്കുകയാണ് ഗൈസ്. എന്ത് ചെയ്യാനാണ്. അങ്ങനെ പിന്നെ ഞാൻ ചുമ്മാ പോകും, ഞാൻ വീഡിയോ എടുക്കും, വീണ്ടും വരും. ഇതൊക്കെയായിരുന്നു ഒരു അവസ്ഥ. കണ്ടില്ലേ. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ജൂനിയർ പെണ്ണയിൽ പോയി ഫുഡ് കഴിക്കാൻ എൻ്റെ അമ്മയ്ക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതാണ് എൻ്റെ അമ്മയുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ നല്ല ബിരിയാണി ആട്ടോ ഓർഡർ ചെയ്ത്. ചിക്കൻ ബിരിയാണി പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് റൂം കിട്ടി ഗൈസ്. ഇതാണ് റൂം ടൂർ കാണിക്കാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു. 5 പേരും ഈ ഒറ്റ റൂമിലായിരുന്നു അന്ന ദിവസം. അതുകൊണ്ടായിരുന്നു എന്താ പറയുക ഇങ്ങനെ. പിന്നെ ഞാൻ അടിയിലൊക്കെ ഒന്ന് കണ്ണെഴുതിയായ പൊട്ട് ഞാൻ ഇങ്ങോട്ട് മാറ്റി ഒന്ന് ഫ്രഷായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോവാണ്. ബൊട്ടാനിക്കൽ ഞങ്ങൾ ബുദ്ധിപൂർവ്വം ഞങ്ങൾ കാർ എടുത്തില്ല. അങ്ങ് പറഞ്ഞു നമുക്ക് നടന്നു പോകുന്നുള്ളൂ. കാരണം നെഹറിൽ നിന്ന് അധികം ഉണ്ടായിരുന്നില്ല ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക്. 1 മണിക്കൂർ അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഗൈസ് നമ്മൾ എന്താ പറയുക ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡനിലെത്തി. നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കൂടി എന്താ പറയുക അധികം തിരക്കുണ്ടായിരുന്നു ചോദിച്ചാൽ നല്ല ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നടക്കാനൊക്കെ നല്ല സ്പേസൊക്കെ ഉണ്ടായിരുന്നു. വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ ഫ്ലവർ ഷോയുടെ കുറേ ഉണ്ടായിരുന്നു. കുറേ ഫോട്ടോസ് എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. കുറേ ഫ്ലവേഴ്സ്. ഞാൻ തുലിപ്സ് നോക്കിയിട്ടാണ് പോയത്. പക്ഷേ തുലിപ്സ് എനിക്ക് അവിടെ കാണാൻ പറ്റിയില്ല. കുറേ നടന്നുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഹീൽസ് ഇട്ടുകൊണ്ട് എനിക്ക് നല്ല പണി കിട്ടി. കാരണം നടക്കുമ്പോൾ കാല് ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഒരു അവിടെ പച്ച കളർ സംഭവം ആ സ്ഥലത്തിന് എന്താ പറയാൻ എനിക്കറിഞ്ഞൂടാ. അവിടെ പോയി ഞങ്ങൾ ഇരുന്നു. ബാക്കി ഒന്നും എടുത്തില്ല. പിന്നെ കണ്ടില്ലേ ഇത് കുറേ സംഭവങ്ങൾ ഇവിടെ ഇരുന്നു ഞങ്ങൾ. എന്നിട്ട് പിന്നെ കുറേ വീഡിയോസ് എടുക്കലായി. ഇതൊക്കെ കുറേ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ പാട്ടൊക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. സമയമുണ്ടല്ലോ. അങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇരുന്ന് ഡാൻസ് കളി പാട്ട് കളി. അവിടെ കുറേ കുട്ടികൾ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടും പിന്നെ ഇവിടെ ഫുൾ ബോളൊക്കെ മേടിച്ച് എന്ത് ചെയ്യാനാണ്. ഞാനപ്പോൾ ഒരു സാധനം മേടിച്ചു ഗൈസ്. ഞാൻ നിങ്ങൾക്ക് സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു പിക്ചർ കൊടുക്കാം. ആ ഒരു സാധനം ഞാൻ മേടിച്ചു. എന്നിട്ട് അതിലായിരുന്നു പിന്നത്തേത്. പിന്നെ എന്താ പറയുക ഞാൻ അവിടെ ഇവിടെയൊക്കെ നോക്കി കുറേ വീഡിയോസും കുറേ പാട്ടൊക്കെ പാടി. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ബോറടിച്ചു. കാരണം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഏകദേശം 3:30 സമയം എത്രയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 5 മണി വരെ അവിടെ വെറുതെ ഇരുന്നു ഗീസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ പ്രായത്തിലുള്ള ഒരു കൊച്ചുങ്ങൾ പോലും അതിൽ ഞാൻ ബോള് മേടിച്ചിട്ട് എന്താ പറയുക കളിച്ചേനെ. ഈ സ്ലോ മോഷൻ ഇങ്ങനെയുണ്ട് സുഹൃത്തുക്കളി. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ മാങ്ങ മേടിച്ചു. പിന്നെ മുളക് ബജി ഞാൻ കഴിച്ചില്ല, അവർ കഴിച്ചു. ഞാൻ മുളക് ബജി ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. നിങ്ങൾ മുളക് ബജി ഇഷ്ടമുള്ളവരാണെങ്കിൽ കമൻറ്റ് ബില്ലോ ഗൈസ്. അങ്ങനെ പിന്നെ നമ്മൾ നടന്നിട്ടാണ് ഗൈസ് പോയത്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മോഡീസിൽ കയറി കുറച്ച് സ്വീറ്റ്സ് മേടിച്ചു ഗൈസ്. ഇനി നമുക്ക് അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യാം. അങ്ങനെ ആദ്യം നമ്മൾ ഹോട്ട് ചോക്ലേറ്റാണ് മേടിച്ചത്. ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടതാട്ടോ. ഞാൻ ഇച്ചിരി അധികം ലോങ് ആണ് അതുകൊണ്ട്. അങ്ങനെ ഗൈസ് ഹോട്ട് ചോക്ലേറ്റ് അടിപൊളിയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ് ആണ്. അത് ഞാൻ ഒറ്റയ്ക്ക് മൊത്തം നിന്ന് തീർത്തു. അതുകൊണ്ടാണ് ആദ്യം നിർത്താത്തത്. കാരണം അത്രയും കഴിച്ചു. പിന്നെ എല്ലാം കാണിക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഇത് ജപ്പാനീസ് കേക്ക് എന്നുകൊണ്ട് എന്തോ ഒരു സംഭവമാണ് കേട്ടോ.
അതധികം മധുരം ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്താ പറയുക, നമ്മുടെ ശബരിമലയിൽ നിന്ന് കൊണ്ടുവരില്ല ഒരു ഉണ്ണിയപ്പം, അതിൻ്റെ ടേസ്റ്റായിട്ട് തോന്നി. പിന്നെ ഇത് ക്രൊസാറ്റാണ്, ഇത് ചോക്ലേറ്റ് ഫ്ലേവറാണ്. പിന്നെ ശരിക്കുള്ള ചോക്ലേറ്റ് ആയിട്ടുള്ളത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. സോ ഇതിന് ചെറിയ കയ്പുണ്ടായിരുന്നതുകൊണ്ട് ഞാനത് മൊത്തം കഴിച്ചിട്ടില്ല. ഞാൻ ആ പാട് ഫുൾ കഴിച്ചത് സ്ട്രോബെറിയാണ്. ബാക്കിയൊക്കെ ഒരു ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ എന്താ പറയുക, ബാക്കിയൊക്കെ ഞാൻ അവർക്ക് ഒരു കൊടുത്തു. ഞാനെല്ലാം പകുതിശേ എടുത്തിട്ടുള്ളൂ, കാരണം ഇവിടെ 5 പേരില്ല. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഞാൻ അങ്ങനെയാണ് എടുത്ത് കഴിച്ചത് കേട്ടോ. ഇത് മാത്രം ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല, അവരുടെ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു. ബാക്കി ഞാൻ സ്ട്രോബെറി ചോക്ലേറ്റ് ഫുൾ ഞാൻ തന്നെയാണ് ഗൈസ് കഴിച്ചത്. എനിക്കെന്തായാലും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക, കണ്ണീരും തേങ്ങയും എല്ലാം തേച്ച് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഞാനവിടെ വ്യൂ ഒക്കെ അങ്ങോട്ട് ആസ്വദിക്കുകയായിരുന്നു ഗൈസ്. ഇതെന്താ പറയണമെന്ന് എനിക്കെന്നെ അറിഞ്ഞൂടാ. ഊട്ടിയിലത്തെ എന്തോ ക്ലൈമറ്റിനെ കുറിച്ചിട്ടാണ് തോന്നുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള വ്യൂ. ഇതിപ്പോൾ ഞാൻ ടീ ഫാക്ടറി എന്ന് വെച്ച് കാണിച്ചത്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞ ഈ ഹോട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ ഹോട്ടൽ ഫുൾ എസ്തറ്റിക് ആൻഡ് പിൻട്രസ്റ്റിക്കാണ് മക്കളെ. നല്ല രസമാണ്. എവിടെ പോയാലും എന്താ പറയുക, ഫോട്ടോ ഫേസാണ്. ടയേർഡാണോ? അല്ല, ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. അതാണ് നമ്മുടെ ടീ ഫാക്ടറി വന്നിട്ട് എൻ്റെ വരലാണ് ഒരു സാധനം. ഇതാണ് ടീ ഫാക്ടറി. ഓക്കെ, അങ്ങനെ ഗൈസ് കണ്ടല്ലോ, ഞങ്ങളിങ്ങനെ കുറേ നേരം അവിടെ നിന്നു. പിന്നെ നമ്മൾ റൂമിലേക്ക് വന്നു ഗൈസ്. റൂമിൽ വന്ന് കഴിഞ്ഞു. ഇവിടെ കണ്ടില്ലേ, ഫുൾ എവിടെ നോക്കിയാലും ഫോട്ടോസാണ് എടുക്കാനുള്ള ഇതാണ്, കണ്ടില്ലേ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ പോയി, നമ്മളിങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഗൈസ് വൈകുന്നേരം ഫുഡ് കഴിച്ചൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞാൻ ഫോൺ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് വൈകുന്നേരം പനിയായിരുന്നു, തലവേദനയൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. തലവേദന അല്ല ഉണ്ടായിരുന്നു, ചെറുതായി പനി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫോൺ എടുക്കാൻ ഞാൻ മറന്നുകൊണ്ട് വൈകുന്നേരം ഞാൻ ഫുഡ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ കണ്ടോ ഗൈസ്, നിങ്ങൾ എവിടെ തിരിഞ്ഞാലും ഫുൾ ഓഫ് എസ്തറ്റിക് ആണ് ഗൈസ്. ഇവിടെ എവിടെ തിരിഞ്ഞാലും ക്യാമറ ഫേസ് മാത്രം. സെറ്റാണ്, നോക്ക്. ഇതെന്തൊരു ഭംഗിയിലോട്ടൊക്കെ ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ലോഡിക്ക് ഒരു സോഫി, അത് എസ്തറ്റിക് ആൻഡ് അടിപൊളിയാണ്. എവിടെ തിരിഞ്ഞാലും ഒരു എസ്തറ്റിക് ആൻഡ് അംബ്ലേസ്റ്റിംഗ് സാധനം അല്ലേ. എവിടെ തിരിഞ്ഞാലും ഫോട്ടോ ഇത് മാത്രം. നിങ്ങൾ വരിക, ഹോട്ടലിൻ്റെ പേര് ചേർന്നത്. ഹോട്ടലിൻ്റെ പേര് നെഹർ എന്നാണ്. അപ്പം നിങ്ങളും വരിക, ഞാനതിൽ പറഞ്ഞ പോലെ തന്നെ. പിന്നെ നമ്മുടെ റൂമിൻ്റെ റൂഫ് ഫണ്ടിൽ ചെയ്തിരുന്നിട്ട് നല്ലൊരു റൂമും പിൻട്രസ്റ്റിക് തന്നെയാണ്, അടിപൊളിയാണ് ഗൈസ്, സെറ്റാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഡേ 1. പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ ഡേ 2 വീഡിയോസായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, ദിസ് ഈസ് ശ്രീ ഫാമിലി 2012. അപ്പോൾ ഓക്കെ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഫോളോ, ലൈക്ക് ആൻഡ് ഷെയർ. ടാറ്റാ. അപ്പോൾ നമുക്ക് ഡേ 2 കാണാം. If we tried it